അതിനിടയ്ക്ക് ജിബിനെ തിരുമേനി ഈസ്റ്ററിന് അമേരിക്കയിൽ പോയതിന് ലീവ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട് സാലറി തിരുമേനിക്ക് കൊടുക്കത്തില്ല. പിറ്റേ ഏപ്രിൽ മാസത്തെ സാലറി ഇട്ടപ്പം തിരുമേനിക്ക് കൊടുക്കുക മെയിലെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു മേളിൽ കൊണ്ട് കൊടുത്തപ്പോൾ തിരുമേനിക്ക് സാലറി ഇട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് മെയിലെയാണ് സാറേ. തോമസ് സാറേ ചോദിച്ചു. ഞാൻ പറഞ്ഞു മെയിലെയാണ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഏപ്രിലേത് ഇട്ടിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും സ്വയമേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നേക്ക് വിളിച്ചു പറഞ്ഞത്, കൊച്ചമ്മേ അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, തിരുമേനി ലീവല്ലായിരുന്നോ, അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റത്തില്ല. ഏപ്രിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി എന്തുവാന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ മേളിൽ പറഞ്ഞു തിരുമേനിക്ക് ഇങ്ങനെയാണ് ലീവ് എടുത്തത് കൊണ്ട് ഏപ്രിലെ കട്ട് ചെയ്തേക്കുവാണെന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം തിരുമേനി അന്നേരം അവിടെ ഉണ്ട്. അപ്പം തിരുമേനി കുറച്ച് കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു ഇതിനകത്ത് ബാബു അച്ഛൻ്റെയും സാലറി ഇടണം, അതും കൊടുത്തില്ല, അവർക്ക് പേഴ്സണൽ അക്കൗണ്ടിൽ വേണം അത് കൊടുക്കാനെന്ന്. അച്ഛൻ ആ ഒരു രീതിയിൽ നിൽക്കും, അവർക്ക് സാലറി ഇടത്തില്ല. അപ്പം ബാബുജൻ ചോദിച്ചു, ഞാൻ മന്ത്ലിക്കോട്ടെ പള്ളിയിൽ നിന്ന് കറക്റ്റ് അടയ്ക്കുന്നുണ്ട്, അപ്പം മന്ത്ലിക്കോട്ടെ അടയ്ക്കുന്ന അച്ഛന്മാർക്ക് സാലറി കൊടുക്കണമെന്നുള്ളത് അവരുടെ പേഴ്സണൽ ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ അച്ഛയ്ക്കാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ മതിയെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് ബോധർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ രീതിയിൽ പറഞ്ഞു ഞാൻ. അപ്പം തോമസ് സാർ പറഞ്ഞു കൊച്ചമ്മ ഇവിടെ വെച്ചോ, ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓൾറെഡി എന്തായാലും ബാങ്കിൽ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ അടച്ചോളാം, എനിക്ക് ചെക്ക് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. മേളിൽ നിന്ന് തന്നു, ഞാൻ കൊണ്ട് അടച്ചു. അപ്പോൾ അത് ഞാൻ അച്ഛനെ കാണിച്ചില്ല. പിറ്റേ ദിവസം ഇതുപോലെ ബുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് എൻ്റെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് ഞാൻ വൈകിട്ട് അച്ഛനെ ഒരു ബുക്ക് എഴുതി കാണിക്കണം. ഞാനൊരു ബുക്ക് മേടിച്ചു, ഓരോ ഡേറ്റ് ഇട്ട് ഞാൻ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ ആ രീതിയിൽ കാണിച്ചപ്പോൾ അച്ഛനും മനസ്സിലായി ഇത് മേളിൽ നിന്ന് ബാബു അച്ഛനും ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തുള്ളിയാ അച്ഛൻ വന്നത്. അന്ന് മൊത്തം എന്നോട് ദേഷ്യമായിരുന്നു, തൊടുന്നതിനും എല്ലാം കുറ്റമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു. തിരുമേനിക്ക് അന്നേരം കൊടുക്കണ്ട, ഇത് കൊടുത്തില്ല, അത് അച്ഛൻ വൗച്ചർ സൈൻ ചെയ്തിട്ടില്ല. അതിന് ശേഷം അച്ഛൻ പറഞ്ഞ് നമ്മുടെ ഇട്ടിമൂട്ടിൽ അച്ഛൻ്റേത് അതിനകത്ത് കിടപ്പുണ്ട്, അച്ഛനല്ല തിരുമേനിയാണ് സൈൻ ചെയ്തേക്കുന്നത്, അതിൽ നിന്ന് വൗച്ചർ അത് മെയ്യിലോ ഏപ്രിലെങ്ങാണ്ട് കിടക്കുന്നതാണ്, അത് ഞാൻ വന്ന സമയത്തെങ്ങാണ്ട് ഇട്ടതാണ്. അതിൽ നിന്ന് വലിച്ചൂരിയിട്ട് അച്ഛൻ പറഞ്ഞു ഇതിൽ നിന്ന് ഞാൻ സൈൻ ചെയ്യാത്തത്, ഇതിൽ വേറെ ആരും സൈൻ ചെയ്ത വൗച്ചർ ഇതിനകത്ത് വെക്കണ്ട, ഞാൻ ചെയ്തത് മാത്രം വെച്ചാൽ മതിയെന്ന് ഊരി എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഊരി അതിൽ നിന്ന് കീറി ഇങ്ങ് തന്നു. ഞാൻ ആകെ ഷോക്കായിപ്പോയി, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇത് കാണിച്ചാലും അതിനകത്ത് വെക്കത്തില്ലല്ലോ. അതിൻ്റെ കൂടെ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അച്ഛന്മാർക്കും സാലറി ഇട്ടിട്ടില്ല ഇതുവരെ, ഞാൻ ഇറങ്ങുന്നിടം വരെ ഇട്ടിട്ടില്ല, എന്തായാലും ഈ മാസം കൊടുക്കാനുമല്ല. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു അച്ഛാ ഇത് സാറേ ഇത് ഇട്ടിട്ടില്ല. അപ്പം സാറ് പറഞ്ഞു കൊച്ചമ്മേ അവർക്ക് എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ, കൊടുക്കുമ്പം തിരുമേനി സൈൻ ചെയ്തേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അച്ഛൻ ഇനിയും ചെയ്ത് കൊടുക്കത്തില്ല, അച്ഛൻ ഇനി അങ്ങോട്ടും കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ള അച്ഛന്മാർക്ക് എന്തെങ്കിലും ഒരു ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ലേ? ഇദ്ദേഹം ഫുൾ ടൈം ഓഫീസിലിരിക്കുന്നില്ല, വന്നു 1 മണിക്കൂറിനകത്ത് അങ്ങേര് തിരിച്ചു പോകും, അവിടെ എന്തെങ്കിലും ഒന്ന് കുറിപ്പ് എഴുതുവോ വല്ലതും ചെയ്തിട്ട് അങ്ങനെ അതും കൊണ്ട് അങ്ങ് പോകും, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് അന്നേരമേ പോവുകയും ചെയ്യും. അപ്പം ഞാൻ വന്നതിന് ശേഷം ബിജോയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കണക്ക് ചെയ്യുന്നത് തെറ്റാണ്, കൊച്ചമ്മ ചെയ്യുന്ന തെറ്റാ, അതുകൊണ്ട് ഒരു രീതിയിലാണ് ആളുടെ ഒരു നിലപാട്. അപ്പോൾ എന്നോട് പറഞ്ഞു ബിജോയെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ വേണം, കൊച്ചമ്മയ്ക്ക് അറിയാവുന്നുള്ള ഭാവമാണ്, അങ്ങനെ ബിജോ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്കും അഭിനന്ദരായ പിതാക്കന്മാർക്കും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ചെറിയ കാര്യം കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ഭദ്രാസന ഓഫീസിൽ കണക്ക് നോക്കുന്നതിനായി ഭദ്രാസന കൗൺസിൽ നിയമിച്ച വൈദികൻ്റെ ഭാര്യ ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് കൈമറിഞ്ഞ് എനിക്ക് വന്നത് കേട്ടപ്പോൾ നമ്മുടെ സഭ എവിടേക്കാണ് പോകുന്നത് എന്ന് ഒരു ചിന്ത എനിക്ക് വന്നു. ഒരു മെത്രാപ്പോലീത്തയോട് ഇത്ര ക്രൂരമായിട്ടാണ് ഒരു ഭദ്രാസന സെക്രട്ടറി ഇടപെടുന്നത് എങ്കിൽ നമ്മുടെ സഭ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ സഭാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ എന്തിടപെടാൻ കഴിയും? ഇത് കേട്ടിട്ട്, കൂടുതലൊന്നും പറയുന്നില്ല, ഇത് കേട്ടിട്ട് ഇതിന്മേൽ ഒരു അടിയന്തരമായ സിനോദോസിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഇതിന് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളണം. നിങ്ങൾ തന്നെ നിങ്ങളിരിക്കുന്നിടം കുഴിക്കരുത്, ഇതിന്മേൽ നടപടി ഉണ്ടാകണം. നിങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരാണ്, നിങ്ങൾ ഉയർത്തുന്ന സ്ലീവ കാണുമ്പോൾ ഞങ്ങൾ തലവണങ്ങുന്നവരാണ്. പക്ഷേ ആർജവമുള്ള തീരുമാനവും നിങ്ങൾക്കുണ്ടാകണം. ആർജവമുള്ള പിതാക്കന്മാർ
ആണ് ഈ സഭയെ നയിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നത്. വ്യക്തി താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു കാണാം, പക്ഷേ സഭയായിരുന്നു അതിന് മുകളിൽ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ ഇത്തരം ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതേ ഓഫീസിൽ നിന്ന് തന്നെ ഉള്ളത്. ഞാൻ അത് കാര്യകാരണ സഹിതമായി മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്.